വിജിലൻസിന് മുന്നിൽ ഹാജരായി മാത്യു കുഴൽനാടൻ. ചിന്നക്കനാലിലെ ഭൂമിയിടപാടിൽ മാത്യു കുഴൽനാടനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് കണ്ടെത്തൽ. കയ്യേറിയ അധിക ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാരിന് ശുപാർശ നൽകും. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടനെ വിജിലൻസ് ചോദ്യം ചെയ്തു. സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ വിജിലൻസിന് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. ചിന്നക്കനാലിലെ ഭൂമി രജിസ്റ്റർ ചെയ്തതിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ കാര്യം മാത്യു കുഴൽനാടൻ മറച്ചുവെച്ചു. ഇതുവഴി നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസിന്റെ പ്രധാന കണ്ടെത്തൽ. 50 സെന്റ് സർക്കാർ ഭൂമി മാത്യുവിന്റെ കൈവശമുണ്ടെന്നും വിജിലൻസ് പറയുന്നു. ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കും. എന്നാൽ ഭൂമി ഇതുവരെ അളന്നു നോക്കിയിട്ടില്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അവർ എന്താണ് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ അവരെന്ത് ചാർജാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അധികാരം ദുർവിനിയോഗം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഞാൻ അതിനെ 100% നിയമപരമായി തന്നെ നേരിടും. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം വിൽക്കാനാവില്ല. വില്ലേജ് ഓഫീസർ ചട്ടങ്ങൾ മറികടന്നാണ് ഭൂമി പോക്കുവരവ് ചെയ്ത് നൽകിയത്. എന്നാൽ ഇതിൽ മാത്യു കുഴൽനാടന് പങ്കുള്ളതായി വിജിലൻസിന് തെളിവില്ല. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ പരാതിയിലാണ് മാത്യുവിനെതിരായ വിജിലൻസ് അന്വേഷണം. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുന്ന കാര്യം പരിഗണിക്കുക. 24 ഇടുക്കി.